നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇത് അജ്ഞാതൻ ലാഹോറിലിട്ട് ലഷ്കർ എ തോയ്ബയുടെ സ്ഥാപകരിൽ ഒരാളെ അരിപ്പയാക്കിയിരിക്കുന്നു. ലഷ്കർ എ തോയ്ബയുടെ സ്ഥാപകരിൽ ഒരാളായ അമീർ ഹംസയെയാണ് അജ്ഞാതൻ അരിപ്പയാക്കിയത്. ലാഹോറിലെ വീട്ടിൽ വെച്ച് അമീർ ഹംസയ്ക്ക് ഗുരുതരമായ അപകടം സംഭവിച്ചുവെന്നും അദ്ദേഹത്തെ ആശുപത്രിയിലാക്കിയെന്നും നില ഗുരുതരമാണെന്നും പാക് മാധ്യമങ്ങൾ. എന്നാൽ എങ്ങനെയാണ് അമീർ ഹംസയ്ക്ക് അപകടം സംഭവിച്ചത് എന്ന് പാക് മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നില്ല. വെടിയേറ്റുവെന്നാണ് ചില മാധ്യമങ്ങൾ പറയുന്നത്. വീട്ടിൽ വെച്ച് വെടിയേറ്റ് ഗുരുതരമായ നിലയിൽ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചുവെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ കാണുന്ന കുറിപ്പുകൾ. ചോരയിൽ കുളിച്ചു കിടക്കുന്ന അമീർ ഹംസയുടെ ചില ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. എന്നാൽ വെടിയേറ്റതാണ് എന്ന അഭ്യൂഹം പാക് മാധ്യമങ്ങൾ തള്ളിക്കളയുന്നു. നിരോധിത ഭീകര സംഘടനയായ ലഷ്കറിന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് അമീർ ഹംസ. തീവ്രപ്രസംഗങ്ങളിലൂടെയും ലഷ്കറിന്റെ പ്രസിദ്ധീകരണങ്ങളിലൂടെയും ഏറെ കുപ്രസിദ്ധൻ. അമീർ ഹംസ ഉൾപ്പെടെയുള്ള 17 തീവ്രവാദികൾ ചേർന്നാണ് ലഷ്കർ എ തോയ്ബയ്ക്ക് നേതൃത്വം കൊടുത്തത്. ഈ സംഘടന രൂപീകരിച്ചതും ഇവർ തന്നെ. ലഷ്കറിനായുള്ള പണം സ്വരൂപിക്കുന്നതും റിക്രൂട്ട്മെന്റിന് ഭീകരരെ വിട്ടയക്കുന്നതുമൊക്കെ ഇയാളുടെ ചുമതലയിൽപ്പെട്ട കാര്യങ്ങളാണ്. ലഷ്കർ എ തോയ്ബ സ്ഥാപിച്ച 17 പേരെയും നേരത്തെ ഇന്ത്യ ഉന്നമിട്ടിരുന്നു. 2018 സാമ്പത്തിക സഹായങ്ങൾ കുറഞ്ഞതോടെ ലഷ്കറുമായി ഇയാൾ തെറ്റിപ്പിരിഞ്ഞുവെന്ന വാർത്തകളും പുറത്തുവന്നു. പിന്നീട് ജെയ്ഷെ മൻഫാഖ എന്ന പേരിൽ കുപ്രസിദ്ധമായ ഒരു ഭീകര സംഘടന ഇയാൾ രൂപീകരിച്ചു. ജമ്മു കാശ്മീർ ഉൾപ്പെടെയുള്ള മേഖലയിൽ ഈ സംഘടന കടുത്ത ഭീകരാക്രമണങ്ങളാണ് പിന്നീട് നടത്തിയത്. പുതിയ ഭീകര സംഘടന രൂപീകരിച്ചുവെങ്കിലും ലഷ്കറുമായി ഇയാൾ അടുത്ത ബന്ധം പുലർത്തിയെന്നാണ് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയത്. ഒരു കാര്യം വ്യക്തമാണ്, പാക് മണ്ണിൽ ഇനി ഒരൊറ്റ ഭീകര നേതാവിനും സുരക്ഷിതമല്ല എന്ന സന്ദേശമാണ് ഇതുവഴി പടരുന്നത്. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തൊട്ടുപിന്നാലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ആക്രമണം നടത്തിയിരുന്നു. ആദ്യഘട്ട ആക്രമണത്തിൽ തകർന്നടിഞ്ഞത് 9 ഭീകര ക്യാമ്പുകളാണ്. മസൂദ് അസറിന്റെ കുടുംബമടക്കം ഇന്ത്യ തകർത്തെറിഞ്ഞു. പിന്നീട് മസൂദ് അസറും ഭയപ്പെട്ടോടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. വലിയ സംരക്ഷണയിലാണ് പാകിസ്ഥാനിൽ ഇത്തരം തീവ്രവാദികൾ കഴിയുന്നത്. ഭീകരരുടെ ആദ്യ സുരക്ഷാ കവചം കഴിഞ്ഞാൽ പിന്നെ പാക് പോലീസിന്റെ സംരക്ഷണം. അതിനുശേഷം പാകിസ്ഥാൻ സേനയടക്കം വലിയ സുരക്ഷാ കവചമാണ് ഇവർക്ക് നൽകുന്നത്. എന്നാൽ പാകിസ്ഥാന്റെ നേതാക്കൾ പോലും ഇപ്പോൾ ഭയപ്പെട്ട് ബങ്കറിനുള്ളിലേക്ക് ഓടിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിനിടയിൽ ഈ ഭീകര നേതാക്കളെ സംരക്ഷിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഇപ്പോഴിതാ ഈ കൊടും ഭീകരനെ പണിതത് ലാഹോറിനുള്ളിൽ കയറി. ലാഹോറിൽ പോലും ഇവർ സുരക്ഷിതമല്ല എന്ന സന്ദേശമാണ് ഏതോ ഒരു അജ്ഞാതൻ നൽകുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അജ്ഞാതൻ നടത്തിയ മറ്റൊരു പണി നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. ഇന്ത്യയിൽ നടന്ന പല ഭീകരാക്രമണങ്ങളുടെയും തലവൻ സൈഫുള്ള ഖാലിദിനെ അരിപ്പയാക്കിയ കഥ. റസാവുള്ള, നിസാമിനെ, വിനോദ് കുമാർ, മുഹമ്മദ് സലീം എന്നിങ്ങനെ നിരവധി പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യയിൽ നടന്ന നിരവധി പ്രധാന ആക്രമണങ്ങൾക്ക് ഉത്തരവാദിയായ കൊടും ഭീകരനെ പാകിസ്ഥാനിനുള്ളിൽ ഇട്ട് തന്നെ അജ്ഞാതൻ കൊലപ്പെടുത്തി. മെയ് 18 അജ്ഞാത സംഘത്തിന്റെ വെടിയേറ്റ് ഇയാൾ കൊല്ലപ്പെടുന്നത്. ഇന്ത്യയിലെ വമ്പൻ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച കൊടും ഭീകരന്റെ കഥ കഴിച്ചത് അജ്ഞാതൻ തന്നെ. ലഷ്കർ എ തോയ്ബ കമാൻഡറായിരുന്നു ഇയാൾ. വിനോദ് കുമാർ എന്ന പേരിൽ നേപ്പാളിൽ രഹസ്യമായി താമസിച്ചു വരികയായിരുന്ന ഇയാൾ ഇടക്കാലത്ത് പാകിസ്ഥാനിലേക്ക് നുഴഞ്ഞു കയറി. മുഹമ്മദ് സലീം ഉൾപ്പെടെ നിരവധി പേരുകളിൽ ഇയാൾ അറിയപ്പെട്ടിരുന്നു. 2006 നാഗ്പൂരിലെ RSS ആസ്ഥാനത്ത് നടന്ന ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ. അന്നേ ഇന്ത്യ ഇയാളുടെ പേര് കുറിച്ചിട്ടിരുന്നു. RSS ആക്രമണത്തിന് മുൻപ് 2005 ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നടന്ന വെടിവെപ്പ് ആസൂത്രണം ചെയ്ത ഭീകരൻ. ഭീകരാക്രമണത്തിൽ IIT പ്രൊഫസർ മനീഷ് ചന്ദ്രപുരി കൊല്ലപ്പെടുകയും മറ്റ് 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 2000ന്റെ പകുതി മുതൽ ഇയാൾ നേപ്പാളിൽ സുരക്ഷിതമായി കഴിയുകയായിരുന്നു, അതും ഒളിത്താവളത്തിൽ. അവിടെ ഇരുന്ന് ലഷ്കറിന് വേണ്ടിയുള്ള റിക്രൂട്ട്മെന്റ്, സാമ്പത്തികം, ലോജിസ്റ്റിക് തുടങ്ങിയവ ഖാലിദ് നിയന്ത്രിച്ചു. ലഷ്കർ എ തോയ്ബയുടെ ലോഞ്ചിങ് കമാൻഡർ എന്നാണ് ഇയാൾ അറിയപ്പെട്ടത്. 2000ന്റെ മധ്യത്തോടെയാണ് ഖാലിദ് ലഷ്കർ ഇ തോയ്ബയുടെ നേപ്പാൾ മോഡ്യൂളിന്റെ തലവനായത്. കേഡർമാരെ റിക്രൂട്ട് ചെയ്യുന്നതിനും സാമ്പത്തിക ലോജിസ്റ്റിക് പിന്തുണ നൽകുന്നതിനും ഇയാൾ പ്രവർത്തിച്ചു വന്നു. ലഷ്കർ എ തോയ്ബയുടെ നേപ്പാളിലെ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ ഏജൻസികൾ തകർത്തതോടെ ഇയാൾ നേരെ പാകിസ്ഥാനിലേക്ക് തന്റെ പ്രവർത്തന കേന്ദ്രം മാറ്റി. പുറത്തിറങ്ങുന്നതുൾപ്പെടെ വലിയ തോതിലുള്ള നിയന്ത്രണങ്ങൾ സംഘടന ഖാലിദിന് നൽകിയിരുന്നു. വലിയ സുരക്ഷാ കവചത്തിനുള്ളിലാണ് ഇയാൾ സുരക്ഷിതമായി പാകിസ്ഥാനിൽ കഴിഞ്ഞത്. പാക് സേനയുടെ സുരക്ഷാ കവചത്തിനുള്ളിൽ മാത്രമാണ് ഇയാൾ പരസ്യ യാത്രകൾ പോലും നടത്തിയത്.
ഒടുവിൽ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ അജ്ഞാത സംഘം അയാളെ വെടിവെച്ച് വീഴ്ത്തി. ബാദിൻ നഗരത്തിൽ അജ്ഞാതരായ 3 തോക്കുധാരികളാണ് പൊടുന്നനെ പ്രത്യക്ഷപ്പെട്ടത്. സമീപ വർഷങ്ങളിൽ പാകിസ്ഥാനിൽ ഇത്തരത്തിൽ നിരവധി തീവ്രവാദി നേതാക്കളെയാണ് അജ്ഞാതൻ വധിച്ചെറിഞ്ഞത്. ഈ വർഷം മാർച്ചിൽ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഝലം ജില്ലയിൽ വെച്ച് ഹാഫിസ് സയ്യിദിന്റെ അടുത്ത അനുയായി അബു ഖത്തലിനെ അജ്ഞാതർ വെടിവെച്ചു കൊന്നിരുന്നു. 43-കാരനായ ഇയാൾ ലഷ്കർ-എ തോയ്ബ കമാൻഡർ സയ്യിദിന്റെ അനന്തരവനാണ്. യുണൈറ്റഡ് ജിഹാദ് കൗൺസിലിന്റെ സ്വയം പ്രഖ്യാപിത സെക്രട്ടറി ജനറൽ ഷെയ്ഖ് ജമീലുർ റഹ്മാനെ 2024 മാർച്ചിൽ അജ്ഞാതൻ വധിച്ചു. പാകിസ്ഥാനിൽ അജ്ഞാതരായ അക്രമികൾ മറ്റൊരു ഭീകരനെ കൂടി കൊലപ്പെടുത്തിയിരുന്നു. 2016 പത്താൻകോട്ട് ആക്രമണത്തിന്റെ സൂത്രധാരൻ ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ ഷാഹിദ് ലത്തീഫ് 2023 ഒക്ടോബറിൽ കൊല്ലപ്പെട്ടു. ഏകദേശം 20ഓളം കൊടും ഭീകരരെയാണ് അജ്ഞാതൻ വകവരുത്തിയത്. 2023 സെപ്റ്റംബറിൽ പാകിസ്ഥാനിലെ കറാച്ചിയിൽ വെച്ച് മോട്ടോർ ബൈക്കിലെത്തിയ 2 അക്രമികൾ മൗലാന സിയാവുർ റഹ്മാനെ വെടിവെച്ചു കൊന്നു. ഇന്ത്യക്കെതിരെ ആയുധമെടുക്കാനും പോരാട്ടം നടത്താനും യുവാക്കളെ സിയാവൂർ ആഹ്വാനം ചെയ്തതിന് തൊട്ടുപിന്നാലെയായിരുന്നു അജ്ഞാതന്റെ ഈ ആക്രമണം. നിരവധി കൊടും ഭീകരരെ കാലപുരിയിലേക്ക് അയച്ചുകൊണ്ടുള്ള അജ്ഞാതന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും പാക് മണ്ണിൽ തുടരുന്നു. മറുവശത്ത് ഇന്ത്യയുടെ വ്യോമാക്രമണത്തിൽ തകർന്നു നിന്ന പാക് വ്യോമത്താവളങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. റാവൽപിണ്ടിയും ഇസ്ലാമാബാദും ലാഹോറുമൊന്നും സുരക്ഷിതമല്ല എന്ന സന്ദേശം ഈ ആക്രമണങ്ങളിലൂടെ ഇന്ത്യ പാകിസ്ഥാന് നൽകി. പാക് മണ്ണിൽ ഒളിച്ചിരിക്കുന്ന ഭീകരർ ഏതെങ്കിലും വിധത്തിൽ ഇന്ത്യയിലേക്ക് ഇനി തീവ്രവാദ പ്രവർത്തനത്തിന് ശ്രമിച്ചാൽ അത് യുദ്ധമായി കണക്കാക്കുമെന്നാണ് ഇന്ത്യ ഏറ്റവും ഒടുവിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പാക് നേതാക്കൾക്കുള്ള കൃത്യമായ സന്ദേശം. നൂർഖാൻ ഉൾപ്പെടെയുള്ള വ്യോമത്താവളങ്ങൾ കൃത്യമായി മിസൈലുകൾ ഉപയോഗിച്ച് തകർത്തുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാന് നൽകുന്നതും അതേ സന്ദേശം തന്നെ. ഇനി ഒരൊറ്റ കൊടും ഭീകരരെയും നിങ്ങൾ സംരക്ഷിക്കരുത്. അത് നിങ്ങളുടെ രാജ്യത്തിന് കടുത്ത ആപത്ത് വരുത്തും. ഇനി കൊടും ഭീകരർക്കുള്ള സന്ദേശം മറ്റൊന്ന്: നിങ്ങൾ എപ്പോഴും ഏതോ ഒരു അജ്ഞാതന്റെ തോക്കിൻ മുനയിലാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.